നമ്മൾ ആവാഹിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു ബാധയുണ്ടെങ്കിൽ അത് നമ്മളവിടെ ചെല്ലേണ്ടി വരും, അല്ലെങ്കിൽ ബാധ വരേണ്ടി വരും. ഈ മന്ത്രവാദ ക്രിയകൾ നമ്മളിലേക്ക് വരികയാണ്, നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മളെടുത്ത് വരും. നൈമിത്തിക കാമ്യ പദ്ധതികളാണ് മന്ത്രവാദത്തിൽ എണ്ണം കൂടുതൽ. ശാന്തി വശ്യം, ബാക്കി കർമ്മങ്ങളൊക്കെ തന്നെ നല്ല തിരിച്ചടി പ്രതീക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ തുടങ്ങി പതിയെ പൂജ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് ബാധ ഇളകി. വായിന്ന് നൊരയുമ്പോൾ ഒന്നും ബോധം പോയി. ഇത് വണ്ടി ഓടിച്ചിങ്ങനെ പോവാ, വണ്ടിയുടെ പിന്നിൽ നിന്ന് ആരാണ്ട്, അതായത് വണ്ടിയുടെ പിന്നിലൊരു പിടുത്തം പോയി വലിക്കുന്ന പോലെ. ഇതെന്താ സംഭവിച്ചതെന്നൊരു പിടിയും കിട്ടുന്നില്ല. പിറ്റേ ദിവസം രാവിലെ കൂടെയുള്ള കക്ഷി സ്ഥലം കൊടുത്തു. മന്ത്രവാദം രാജേഷ്, എല്ലാവർക്കും പേടിപ്പെടുത്തലുകളും അല്ലെങ്കിൽ ഒരു വിശ്വാസപ്പെടുത്തലുകളും അതിലും അപ്പുറം ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് പ്രതീക്ഷകൾ കൊടുക്കുന്നത്. പേടിപ്പെടുത്തലുകൾ ഒരു സൈഡിലുണ്ട്, പ്രതീക്ഷകൾ കൊടുക്കുന്ന ഒരു സൈഡിലുണ്ട്. ഈ മന്ത്രവാദം എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സംഭവമാണെന്ന് ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഉണ്ടെന്നും പറയുന്നുണ്ട്, ഇല്ലെന്നും പറയുന്നുണ്ട്. ശരിക്കും മന്ത്രവാദത്തിൽ നിന്ന് ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. അവരെ കുലം വരെയും മുടിഞ്ഞു പോകുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് പ്രഗത്ഭന്മാരായി നിൽക്കുന്ന പല ആൾക്കാരും മന്ത്രവാദത്തിൽ നിന്ന് നശിച്ചു പോയ എത്രയോ ഫാമിലി നമുക്കറിയാം. അപ്പോൾ ഇത് ശരിക്കും കുറേ പേര് ചോദിക്കുന്നുണ്ട്, മന്ത്രവാദം ഉണ്ടോ? രാജേഷിയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാനൊരു 2012 മുതൽ പ്രാക്ടീസിങ് ഉണ്ട്. എനിക്ക് മന്ത്രവാദം എന്നല്ല, തന്ത്രത്തിലൊക്കെ പ്രാക്ടീസ് ഉണ്ട്. ഈ മന്ത്രവാദ ക്രിയകൾ നമ്മളിലേക്ക് വരികയാണ്, നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മളെടുത്ത് വരും. നമ്മൾ ആവാഹിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു ബാധയുണ്ടെങ്കിൽ അത് നമ്മളവിടെ ചെല്ലേണ്ടി വരും, അല്ലെങ്കിൽ ബാധ വരേണ്ടി വരും. 100% ഉറപ്പാണ്. അതിന് കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. ഒരു സമാധാനം നമ്മൾ അവസാനം പറയുന്നത് പൂർവാപര ബന്ധമായിരിക്കും. അതുകൊണ്ടാവും ഇപ്പോൾ ഇത് ചെയ്യേണ്ടി വരുന്നതെന്ന് കരുതി സമാധാനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ക്രിയകൾ, കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഈ 10, 12, 13 വർഷം, 15 വർഷത്തോളമായിട്ട് എന്നും മന്ത്രവാദ ക്രിയകളിലെ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്ന ആളാണ് ഞാൻ. മാരണവും സ്തംഭനവും ഉച്ചാടനമൊക്കെ ചെയ്തിട്ടുണ്ട്. മാരണവും സ്തംഭനവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആവശ്യം വന്നിട്ടില്ല. ചെയ്യില്ല എന്നൊന്നും അങ്ങനെയൊന്നും വാക്കൊന്നുമില്ല. ചെയ്യേണ്ടി വന്നാൽ ചെയ്യും, പക്ഷെ അതല്ല, എനിക്ക് വേണ്ടി വന്നിട്ടില്ല. വശ്യം വരെയുള്ള കർമ്മങ്ങൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ചെയ്യാം. ശാന്തി വശ്യം, ബാക്കി കർമ്മങ്ങളൊക്കെ തന്നെ നല്ല തിരിച്ചടി പ്രതീക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ അടി തിരിച്ച് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ ഡിഫൻസ് കറക്റ്റ് ആയിരിക്കണം. ഇതുകൊണ്ട് സമ്പാദിക്കാമെന്നും വിചാരിക്കണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? ശരിയാ. വീട് വെക്കണമെങ്കിൽ ഹോം ലോൺ എടുക്കുക, EMI അടച്ചോളാം. ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാം, ഇതുകൊണ്ട് വന്നിട്ട് ബെൻസേ നടക്കാം എന്ന് വിചാരിച്ച് ഈ പണി ചെയ്യാൻ പോയാൽ കുറച്ച് നാളെ പോകത്തുള്ളൂ. അത് കഴിയുമ്പോഴേക്കും കുഴപ്പത്തിലാവും. സാഹചര്യവശാൽ നമ്മളെ ആശ്രയിച്ച് വരുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പലതും ചെയ്തു കൊടുക്കേണ്ട വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ് ഫലിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. ശരി. അപ്പം വീടിന് തീ പിടിക്കുന്നു, അപ്പോൾ തീ എടുത്ത് എറിയുക എന്നുള്ളതേ ഉള്ളൂ. അത് അപ്പുറത്തെ കേശവൻ്റെ വീട്ടിൽ കത്തുന്നുണ്ടോ എന്നുള്ളത് പിന്നത്തെ വിഷയമാണ്. ശരിയാ. ഒരു ഉച്ചാടിക്കാൻ ഉണ്ട ഒരു സാഹചര്യം വന്ന് ഉച്ചാടിച്ച് വിടുക, പുറത്തേക്ക് തള്ളുക, പുറന്തള്ളുക എന്നാണ്. പുറന്തള്ളി കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് എങ്ങോട്ടാണത് പോയതെന്ന് അറിയാൻ പറ്റുള്ളൂ, ഒക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആപത്തിലൊരു ധർമ്മമുണ്ട്, ആ ധർമ്മം സാമാന്യ നിയമത്തിൽ ആപ്ലിക്കബിൾ അല്ല. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പം ഞാനും അമ്മയും നടന്നു പോകുന്നു, ഒരു വണ്ടി ഇടിക്കാനായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ ഒന്നും നോക്കാതെ ഉന്തി മാറ്റണം. അപ്പോൾ അമ്മ മുമ്പോട്ട് വീഴുന്നുണ്ടോ എന്നുള്ളത് പിന്നത്തെ വിഷയമാണ്. ശരിയാ. സാധാരണഗതി ഉന്തിയിടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അപ്പോൾ അതാണ് ധർമ്മം. അതുപോലെ ആപത്തിൽ രക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ചിലപ്പം ഇറങ്ങേണ്ടി വരും. എല്ലാവരെയും ഈശ്വര നിശ്ചയം കൊണ്ടാണ്, പ്രകൃതി നിശ്ചയിച്ചിട്ടാണ് ഓരോ കർമ്മങ്ങളിൽ കൊണ്ട് ഇടുന്നത്. നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത് പ്രകൃതിയാണ്, നിയതിയാണ്. നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യും, നമ്മളിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട രീതിയിൽ വരുന്നതാണത്.
എല്ലാ പൂജകരും മാന്ത്രികരാവാറില്ല, എല്ലാ മാന്ത്രികരും പൂജകരാവാറില്ല, എല്ലാവരും ദീർഘകാലം ചെയ്യാറില്ല. ചെയ്താൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ അവശേഷിപ്പിക്കും. ഇതൊന്നും കൂടാതെ ഇത് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മേളിൽ നിശ്ചയിച്ചിട്ടുള്ളത് തന്നെയാണ്, അതിൻ്റെ തീരുമാനം വന്നിട്ടാണ് അത് ചെയ്യുന്നതെന്നാണ്. ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് തനിയെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറേ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് നമ്മുടെ അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാധകൾ സംസാരിച്ചിട്ടുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, ഈ ബാധകളോട് സംസാരിക്കാൻ പറ്റുമോ, ബാധകളെ കണ്ടിട്ടുണ്ടോ, ബാധകൾ ശരിക്കും ഒരു കഥകൾ മാത്രമല്ലേ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. കഥകളാണെങ്കിൽ ക്രിയ കഴിയുമ്പോൾ ആശ്വാസം ഉണ്ടാകുന്നുണ്ടല്ലോ. ശരിയാ. വെറുതെ തോന്നലാണെങ്കിൽ ആ തോന്നൽ മാറ്റാൻ ആർക്കും സാധിക്കാത്തത്. എൻ്റെ അടുത്ത് വന്ന കേസുകളിൽ സൈക്കാട്രിക് മെഡിസിൻസ് വർഷങ്ങളായിട്ട് കഴിക്കുന്ന കേസുകൾ വരെ വന്നിട്ടുണ്ട്. ഇത്രയും കാലം കഴിച്ചിട്ടും മാറ്റമില്ല. അതായത് നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും ഇവർ എല്ലാം നശിച്ചിട്ടുണ്ടാവും. ആരോഗ്യം, ധനം, സമയം എല്ലാം കളഞ്ഞിട്ടാണ് അവസാന ചോയ്സായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കേണ്ടത്. ശരിക്കും ഒരു 20% താഴെ മാത്രമേ നമുക്ക് ഊരിയെടുക്കാൻ പറ്റാറുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ താമസിച്ചാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ എടുക്കേണ്ട എഫേർട്ടും ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. പ്രദീപ് ജിക്ക് വർഷങ്ങളായി ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഞാനൊരു മണിക്കൂറത്തെ ക്രിയ കൊണ്ട് അല്ലെ 1.5 മണിക്കൂറത്തെ ക്രിയ കൊണ്ട് ഇത് ആവാഹിക്കുമ്പം ഞാൻ എന്നിലേക്കാണിത് എടുക്കുന്നത്, ശരി, ആകർഷിക്കുന്നത്. അതിൻ്റെ ഒരു 0.1% എന്നിൽ അവശേഷിപ്പിച്ചിട്ട് അത് പോകുന്നത്. അതെ, ഞാൻ അതിനു വേണ്ടി അതിനെ മറികടക്കാനുള്ള ജപോപാധികളും കാര്യങ്ങളും മാർഗങ്ങൾ വേറെ നോക്കണം. ശരീരം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടും, ശരിക്കും ബുദ്ധിമുട്ടും ചെയ്തു തുടങ്ങിയാൽ. പിന്നെ എല്ലാ ജോലിക്കും എല്ലാ കർമ്മത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഷോക്ക് അടിക്കും, ഒരു ദിവസം അടിച്ചിരിക്കും, ഇല്ലേ? അതെ, ഉറപ്പാണ്. കടലിൽ പോയാൽ വള്ളം മറിയും, അതെ അതെ ഇല്ലേ? അതെ. മരം വെട്ടിയാൽ ഒരു ദിവസം മഴ കാലേ കൊള്ളും. ഇങ്ങനെ തീരുമാനമുണ്ട് അതിനൊക്കെ. ഇപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മന്ത്രവാദ ക്രിയകൾ കഴിക്കണമെങ്കിൽ നമുക്ക് കുറേ മൂർത്തികളുണ്ട്. ആ മൂർത്തികളിൽ ഏതെങ്കിലും ഒരു മൂർത്തിയിൽ നമുക്ക് മന്ത്രസിദ്ധി എന്ന് പറയുന്ന സാധനം അടിസ്ഥാനപരമായിട്ട് വേണം. 90% മന്ത്രവാദ ക്രിയകളുടെയും അടിസ്ഥാന ദേവത കാളിയാണ്. അപ്പം ഭഗവതിയുടെ മന്ത്രസിദ്ധിയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് വേണ്ടത്. അതുകൂടാതെ വളരെ രഹസ്യമായിട്ട് ഉപാസിക്കുന്ന മൂർത്തികൾ, മന്ത്രങ്ങൾ, യക്ഷണീയ വർഗങ്ങൾ, ഇതെല്ലാം ഉണ്ടാവും. അതായത് നിത്യം, നൈമിത്തികം, കാമ്യം എന്നുള്ള നമ്മുടെ അനുഷ്ഠാന പദ്ധതിയിലെ പദ്ധതി ഒരു കാരണവശാലും മുട്ടാൻ പാടില്ല. എവിടെയാണെങ്കിലും നിത്യപദ്ധതി ചെയ്തേ നടന്നേ പറ്റുള്ളൂ. നൈമിത്തിക കാമ്യ പദ്ധതികളാണ് മന്ത്രവാദത്തിൽ എണ്ണം കൂടുതൽ. സാധാരണ ഒരു താന്ത്രികനെ സംബന്ധിച്ച് ഈ നൈമിത്തിക കാമ്യ പദ്ധതികളെയൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഒരു മാന്ത്രികനെ സംബന്ധിച്ച് അത് പറ്റില്ല, ചെയ്തേ പറ്റൂ. നൈമിത്തിക കാമ്യം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ക്രിയകൾ ഫലിക്കുകയുള്ളൂ. ഒരാളൊരു ആവശ്യം പറയുമ്പം ആ ആവശ്യം നടക്കണമെങ്കിൽ അത് നടത്താനുള്ള ശേഷി നിത്യകർമ്മത്തിൽ നിന്ന് പോകാൻ പാടില്ല, വേറെ ഒരു കോർപ്പസിൽ നിന്ന് ഇത് പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്. ഇമ്പോസിബിളായിട്ട് തോന്നിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ എറണാകുളത്ത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിലെ ട്വിൻസാണ്, എല്ലാവരും ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാവരും ജീവനോടുണ്ട്. ഇപ്പോൾ അത് പെൺകുട്ടികളാണ് 2 പേര്. അതിലൊരു കുട്ടി ചെറിയ പ്രശ്നം. അത് ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ അച്ഛനും അമ്മയും പ്രവർത്തിക്കുന്നത്. അപ്പം അവിടെ എത്തിയ സമയത്ത് കുട്ടി ഈ വരദാഭയ മുദ്രയിലിരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ കയ്യിൽ വന്നു, എൻ്റെ അടുത്ത് വന്നു അവർ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ പോയി ക്രിയയൊക്കെ തുടങ്ങി. അപ്പം ഈ പൂജയ്ക്കുള്ള പൂവൊക്കെ പറിച്ച് തരുന്നതൊക്കെ റെഡിയാക്കി തരുന്നതൊക്കെ ആ കുട്ടി തന്നെയാണ്. അങ്ങനെ തുടങ്ങി പതിയെ പൂജ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് ബാധ ഇളകി വരദാഭയത്തിലേക്ക്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഈ പലതവണ അത് ചെയ്തിട്ട് ശരിയാകുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇത് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരാളോട് അപ്പം പറഞ്ഞു, അതിനൊരു പേരുണ്ടാവും, ഇതൊരു മൂർത്തിയായിരിക്കും. അപ്പോൾ ആ ചെറിയൊരു ബാധയാണെന്ന് വിചാരിക്കണ്ട, ആ സ്പെസിഫിക് ആ പേര് പറഞ്ഞെടുത്ത് ആവാച്ചാലേ അത് പോരുള്ളൂ. അത് പ്രൊസസ്ഡ് ആയിരിക്കും ഇവർ നന്നായിട്ട്. അങ്ങനെ അഡ്വൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആവാഹിച്ചു.
പെട്ടെന്ന് വായുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഇപ്പം ഞാൻ ഈ പറയുന്ന മൊമെൻറ്റിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ കൂടെയുള്ള ആളും അന്ന് വന്ന ആൾക്ക് അപ്പോൾ 65 വയസ്സായി. എനിക്ക് അത്ര പ്രായമില്ല, കുറച്ച് വർഷം മുമ്പാണ്. അവരുടെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. വായുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും ബോധം പോയി. പിന്നെ വെള്ളമൊക്കെ തളിച്ച് എഴുന്നേൽപ്പിച്ചു. വാസ്തവം പറഞ്ഞാൽ ഞാൻ ഭയന്നു. കാരണം അത്ര ക്ലോസ് ഒരു എൻകൗണ്ടർ എനിക്ക് വന്നിട്ടില്ല അന്ന് വരെ. ഇപ്പോഴാണെങ്കിൽ നമ്മളത് തമാശയായിട്ടൊക്കെ എടുക്കും, പക്ഷെ അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട്. അത് അവർ ഓക്കെ ആയി, ആ പ്രശ്നം അവരുടെ പരിഹരിക്കപ്പെട്ടു, കല്യാണം കഴിച്ചു, കുട്ടികളായി, സുഖമായിട്ട് ജീവിക്കണം. ഇപ്പോൾ ഈ പറയുന്ന മൊമെൻറ്റിൽ അവരുണ്ട്, ഇപ്പോൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇതൊരു ഒരു ആവാഹനയുടെ ഒരു എക്സ്പീരിയൻസാണ്. ഇതല്ലാതെ ഒരു യക്ഷിണിയെ ഉച്ചാടിച്ചിട്ട് അത് പിന്നെ ഉപദ്രവമായതൊരു ഭയങ്കര പ്രശ്നമുണ്ടായി. തിരിച്ചുപദ്രവമായി. ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു ആവാഹിനിക്ക് പോയി, സുഹൃത്തിൻ്റെ വീട്ടിൽ ആവാഹിനിക്ക്. അപ്പോൾ ഒരു യക്ഷിയുടെ പ്രസൻസ് ഉണ്ടെന്ന്. യക്ഷി ഒരുപാട് വേരിയൻസ് ഇല്ലേ? ഒരുപാട്, നമ്മളെ മനുഷ്യരെ പോലെ തന്നെ ഒരുപാട് വേരിയൻസ്. ഏറ്റവും മോശമുണ്ട്, ഏറ്റവും നല്ലതുണ്ട്. ഓക്കെ, ഒരേ മനുഷ്യരുടെ കാറ്റഗറിയിലല്ല ഇതെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇവർക്കും വേരിയേഷൻ ഉണ്ട്. അപ്പം അതിൽ അത്ര കുഴപ്പമില്ലാത്ത ഒരു യക്ഷിണി, സത്യം പറഞ്ഞാൽ അവർ കുഴപ്പമില്ല. അപ്പം ഉച്ചാടിക്കാനായിട്ട് ജ്യോത്സ്യൻ പറഞ്ഞു, എന്ത് സാധനമാണെങ്കിലും അളവിൽ കൂടുതൽ നമുക്ക് വന്നാൽ പ്രശ്നമാണെന്ന് പറയുന്ന പോലെ അതിൻ്റെ പ്രസൻസ് നമ്മളോട് കൂടി ചേർന്ന് വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം അവിടെ നിന്ന് ഉച്ചാടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഉച്ചാടിച്ച് വേറൊരു സ്ഥലത്തേക്ക് സങ്കല്പിച്ച് അങ്ങോട്ട് ഉച്ചാടിച്ചു. ഒരു 3-4 മാസം കഴിഞ്ഞ് ആ സ്ഥലത്ത് ക്രിയ വന്നു. അപ്പോൾ അവിടെയും സെയിം ജ്യോത്സ്യൻ. പുള്ളി പറഞ്ഞു, ഇവിടെ ഒരു യക്ഷിയുടെ പ്രസൻസ് ഉണ്ടല്ലോ, ഇത് വിട്ടുപോയി വേറൊരു സ്ഥലത്ത് വന്നു. എന്നുവെച്ചാൽ ഈ കാര്യം മറന്നുപോയി, ഇവിടുന്ന് വിട്ടതാന്നുള്ള ബോധമൊക്കെ പോയി. ഇതെങ്ങനെ ഇവിടെ യക്ഷിണി പറയുന്ന അതിനെ ഒന്നുകൂടെ ഉച്ചാടിക്കാൻ പറഞ്ഞു. അവിടുന്ന് ഉച്ചാടിച്ചു, അടുത്ത സ്ഥലത്താക്കി. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും അവിടെ ആ സ്ഥലത്ത് ക്രിയ വന്നപ്പം വീണ്ടും അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഉച്ചാടിക്കണോ, നമുക്ക് ആവാഴ്ച എങ്ങോട്ടെങ്കിലും മാറ്റി അങ്ങനെ ഉച്ചാടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഓരോരുത്തരുടെ ഒരു ശൈലിയാണല്ലോ, അതേ ഉച്ചാടിച്ചു വിട്ടു. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അത് പോയി. അത് കഴിഞ്ഞ് സ്ഥിരമായിട്ട് എനിക്ക് പ്രശ്നം. ഏത് രീതിയിലെ പ്രശ്നം? എന്തെങ്കിലുമൊക്കെ അത്ഭുത പ്രശ്നങ്ങൾ ഇങ്ങനെ വരിക. രാത്രിയിൽ ഇങ്ങനെ ഈ മുണ്ടക്കയത്തിന് പോയി, സത്യം പറഞ്ഞാൽ സിനിമയ്ക്ക് പോയി. അപ്പോൾ കൂടെ പരികർമ്മയുണ്ട്. ഈ സ്ഥലം നടക്കുന്നതെല്ലാം മുണ്ടക്കയം ഇൻ ആൻഡ് അറൗണ്ടാണ്. മുണ്ടക്കയം പത്തനംതിട്ട ബെൽറ്റിലാണ്, അതായത് എരുമേലി ആ ഒരു ബെൽറ്റിലായി നടക്കുന്നത്. അപ്പം മുണ്ടക്കയത്തിന് പോകുന്ന വഴി പുറകിലിരിക്കുന്ന ആൾ അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പം ഒരു ഈ വാഴക്കൊലയുടെ നമ്മുടെ കാളാമുണ്ടൻ എന്ന് പറയുന്ന വഴി കിടക്കുന്നു. പെട്ടെന്ന് വെട്ടിച്ച് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും കാളാമുണ്ടൻ വെട്ടിച്ച് മാറ്റി. അപ്പം ഞാൻ പറഞ്ഞു, ഈ കാളാമുണ്ടൻ കൊണ്ടുപോയല്ലോ, വണ്ടിയിൽ നിന്ന് വീണതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാ. രാത്രി ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി. 3-4 കാളാമുണ്ടൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാം ഒരേ കാളാമുണ്ടൻ തന്നെയായി കാണുന്നത്. പെട്ടെന്ന് വഴി തെറ്റി വേറൊരു വഴിയിലേക്ക് വണ്ടി കയറുന്നു. ഈ ഇതിലെ ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി ഓടിക്കുന്ന അയാളെ ഓടിക്കുന്നു. ഞാൻ തിരിക്കുന്നു, അവിടെ നിന്ന് തിരിച്ച് മെയിൻ റോഡിൽ വരുന്നു. പകുതി പെട്രോൾ തീർന്നു. 2 വീലറാണ്, സ്കൂട്ടർ, ബൈക്ക്. അപ്പം അങ്ങോട്ട് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ പോയാൽ മതി മുണ്ടക്കയത്തിന്, അവിടെ പമ്പുണ്ട്. ഇങ്ങോട്ട് 7 കിലോമീറ്റർ പോകണം. അപ്പം നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. ഈ 7 കിലോമീറ്റർ എരുമേലിക്ക് നടന്നു ഈ വണ്ടി അവിടെ വെച്ചിട്ട്. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഒരു തട്ടുകട പ്രവർത്തിക്കും, 2-3 ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മുണ്ടക്കയത്തുള്ള പമ്പ്, നിങ്ങളെന്തിനാ അങ്ങോട്ട് പോയപ്പോഴായിരുന്നു. അങ്ങനെ തിരിച്ച് ഓരോ ഓട്ടോറിക്ഷക്കാരൻ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞേറ്റു, പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മുണ്ടക്കയത്തിന് പെട്രോൾ വാങ്ങാൻ വേണ്ടി പോയി. ഇവൻ്റെ കയ്യിൽ, ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ ഒരു കുപ്പിയാണ്, ചില്ലുകുപ്പിയാണ്. അപ്പം വെള്ളം കുടിക്കാൻ കൊണ്ട് നടക്കുന്ന കുപ്പിയാണ്, ചില്ലിൻ്റെ നീളമുള്ളൊരു കുപ്പി. അത് കുഴപ്പമില്ല, അതിൻ്റെ പൈസ എടുത്ത് തരാം, അതിനകത്ത് പെട്രോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഈ ചില്ലുകുപ്പിക്കകത്ത് പെട്രോൾ വാങ്ങി ഓട്ടോറിക്ഷയുടെ സൈഡിൽ ഞാൻ ഇരിക്കുന്നു, ഇത് പിടിച്ചിട്ട്. മറ്റേ ഉള്ളിൽ അയാൾ ഇരിക്കുന്നു. വന്ന വഴി ഒരു ഗട്ടറിൽ ചടി, ഇത് കൈ താഴെ പോയി, പൊട്ടിപ്പോയി. വീണ്ടും തിരിച്ചു പോയിട്ട് പെട്രോൾ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഒരു പമ്പിൽ നിന്ന് അവരൊരു ചെറിയ കുപ്പിക്കകത്തൊക്കെ തന്നു. അതൊക്കെ മേടിച്ച് വന്ന് എങ്ങനെയൊക്കെ ഒഴിച്ച്, അപ്പോഴേക്കും രാത്രി അർദ്ധരാത്രി കഴിഞ്ഞു.
റൂമിലേക്ക് അവിടുന്ന് പിന്നെ ഒരു 5-8 കിലോമീറ്റർ പോകണം നമ്മൾ താമസിക്കുന്ന മുറി. ഒരു വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുക. വണ്ടിയുടെ പിന്നിൽ നിന്ന് ആരാണ്ട്, അതായത് ഈ നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു പാലം ഉണ്ടല്ലോ, കണമല പാലയില്ലേ, കണമല പാലം കഴിഞ്ഞപ്പം മുതൽ വണ്ടിയുടെ പിന്നിലൊരു പിടുത്തം പോലെ വലിക്കുന്ന പോലെ ശക്തമായിട്ട്. എന്നിട്ട് പിന്നെ ചാടി ഇറങ്ങി. പെട്ടെന്ന് ഞാൻ എനിക്ക് തോന്നി എന്തോ പ്രശ്നം. ഞാൻ പിന്നെ ഇങ്ങനെ ഈ മടക്കത്തി ഉണ്ടാവും, അത് ഊരി പിന്നെ മുറിക്കാം. അപ്പം ഭുവനേശ്വരി ബീജമൊക്കെ ജപിച്ച് മുറിച്ച് അങ്ങനെ ഒരു ചാടി ഇറങ്ങിയപ്പം ഒന്നുമില്ല, പോയി. ഇതെന്താ സംഭവിച്ചതെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്തെങ്കിലും ആട്ടോ, കിടന്നുറങ്ങാമെന്ന് തോന്നി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ കൂടെയുള്ള കക്ഷി സ്ഥലം വിട്ടു.